രാവിലെ തന്നെ ഓരോ നെഗറ്റിവിറ്റി കോപ്പ്. യോ ബിച്ച്, എപ്പോ ലാൻഡ് ചെയ്തു? ഞാൻ ഇന്നലെ ലാൻഡ് ചെയ്തു. പിന്നെ അവന്റെ അവിടെ സ്റ്റേ ചെയ്ത്. ബാ, കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. ചായ എടുക്കട്ടെ? ഇപ്പൊ എടുക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താ മതി. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഗോവ? എന്റെ മോളെ പൊളിയായിരുന്നു. പൊളിച്ചടിക്കുന്നു മനസ്സിലായി. ബാക്കി പറ. ഇടി, ഞാൻ പലതവണ ഗോവയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ബോയ് ഫ്രണ്ട് ആയിട്ട് പോണം മോളെ. അതൊരൊന്നൊന്നര ലെവല് തന്നെയാണ്. അതൊക്കെ പോട്ടെ, വാസ് ദ സെക്സ് ഗുഡ്? യെസ് ഓഫ് കോഴ്സ്. എടാ, സെക്സ് മാത്രല്ല, ബാക്കി എല്ലാം നൈസായിരുന്നു. അത് ഞാനിപ്പോ പറഞ്ഞത് നിനക്ക് മനസ്സിലാവൂല. അത് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. കേൾക്കുമ്പോ തന്നെ കൊതിയാവുന്നു. എന്റെ പൊന്നു തുഷാരെ, നീയും പോയി ഇതുപോലൊരു ട്രിപ്പൊക്കെ എത്ര നാളെന്ന് വെച്ചിട്ടാ സിംഗിൾ ആണെന്നും വെർജിൻ ആണെന്നും പറഞ്ഞ് നടക്കുന്നേ? അതെ, നിന്നെ ഞാനൊരു ബിബീഷിനെ പരിചയപ്പെടുത്തിയില്ലേ, അവന്റെ കാര്യം എന്തായി? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ. ബിബീഷ് ഇത്രയും ക്രീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഗൈനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് അവൻ എന്ത് ചെയ്തു? അവൻ പറയുവാ അവന്റെ അമ്മ വാരിത്തരുന്ന പോലെ തുഷാരയും വാരിത്തരണമെന്ന്. അവന്റെ അമ്മയുടെ എനിക്ക് കിട്ടുന്നതാണെങ്കിലോ ഇങ്ങനെ പെണ്ണുങ്ങളെ മണപ്പിച്ചടക്കുന്ന ബോയ്സിനെ എപ്പോഴും ഡേറ്റ് ചെയ്യാൻ കിട്ടുന്നേ. ഡാർക്ക്. അവന്റെ മുഖം കണ്ടപ്പോ ഞാനൊരു പാവാണെന്നാ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല മോളെ. ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ ഡേറ്റ് ചെയ്ത് ഗോവ പോണേക്കാളും ഭേദം ഞാൻ വല്ല സൈനൈഡ് കഴിച്ച് ചാവുന്നയാ. എടി, നീ പറഞ്ഞേലും കാര്യമൊക്കെ ഉണ്ട്. അതെ, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ലൂതർ, ഐസക് ലൂതർ. അവൻ എന്നോട് നിന്നെ കുറിച്ച് 1-2 പ്രാവശ്യം ചോദിച്ചായിരുന്നു ഞാൻ ഗോവയിൽ പോയ സമയത്ത്. ലൈക്ക്, നീ സിംഗിൾ ആണോ അല്ലേ എന്നൊക്കെ. എന്നിട്ടെന്ത്, ഞാൻ വിചാരിച്ചു നീ ആ ബിബീഷായിട്ട് സെറ്റായിട്ടുണ്ടാവുന്നു. ആ മണ്ടനായിട്ട് ഞാൻ തന്നെ സെറ്റാവുന്നേ. സോ ഐസക് സിംഗിൾ ആണ് റൈറ്റ് നൗ. നിനക്ക് താല്പര്യമുണ്ടേ ഐ ക്യാൻ ടോക്ക് ടു ഹിം. ഐസക് ലൂതർ കേട്ടിട്ട് തന്നെ ഒരു 90s വില്ലന്റെ പേരുണ്ട്. ഇനി അടുത്ത ക്രീപ്പ് ഇതാവോ? നെവർ. അവൻ എനിക്ക് പേഴ്സണലി അറിയാം. ആൻഡ് ഹീസ് നൈസ് ടു ബി ഹോണസ്റ്റ്. ഇൻസ്റ്റഗ്രാം ഉണ്ടോ പുള്ളിക്ക്? ഉണ്ട്, കാണിച്ചത് നോക്കി. ഇത് കൊള്ളാലേ? ആൾക്ക് ഇടുവാണല്ലോ. ഒന്ന് സംസാരിച്ചു നോക്കാല്ലേ? അതൊക്കെ നിന്റെ ഇഷ്ടം. പിന്നെ ഒരു കാര്യം, അവൻ കട്ട പങ്ക്ച്വലാണ്. ഇനി എങ്ങാനും നിങ്ങൾ ഡേറ്റിന് പോയി കഴിഞ്ഞാൽ ബി ഓൺ ടൈം. ഓ, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. എന്നാലേ ഞാനൊന്ന് അവനെ വിളിച്ചു നോക്കാം. അയ്യോ, വേണ്ട 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 വേണ്ട. ഹലോ, ഞാൻ തുഷാരയ്ക്ക് കൊടുക്കാട്ടോ. ഹലോ. Hello. How are you? Yeah, I'm fine. What's up? Nothing. Like, ഞാൻ രാവിലെ എണീറ്റു, പിന്നെ ഇവള് വന്നു, അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. നാളെ ഫ്രീ ആണോ ഈവനിങ്ങിൽ? നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? What do you say? യെസ്. ഈവനിങ് 4 o'clock ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ. ഓക്കെ, ബൈ. കണ്ട, ഇത്രേ ഉള്ളൂ. നീ പോയി കണ്ടാ മതി.
മോശം. ശ്ശോ, ദൈവമേ, ഈ ഊബറുകാരനൊക്കെ ഇനി ഏത് കാലത്ത് വരാനാ? ശ്ശേ. മോശം. ആശം പിടിക്കാനായിട്ട് ഒന്നും പോയി ഇന്നത്തെ ഡേറ്റ്. എടി ഞാൻ നല്ല ലേറ്റ്. എന്ത് ചെയ്യും നമ്മളിനി? ഫസ്റ്റ് ഡേ തന്നെ കൊള്ളാവുന്ന തോന്നണേ. ആ നല്ല ലേറ്റ്. എന്ത് ചെയ്യും ഇപ്പം? എന്തേലും ഒരു കളി അട്ടി മൊത്തം ചെളിയായല്ലോ. സോറി, ഒരു വണ്ടിക്കാരൻ ചെളി തെറിപ്പിച്ചതാ. അതിനെന്താ, വെയിറ്റ് ചെയ്യാമല്ലോ. വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ? എന്നോട് ഗ്രേസ് പറഞ്ഞിട്ടുണ്ടല്ലോ ഉതിരി ഇച്ചിരി പങ്ക്ച്വലാണെന്ന്. അങ്ങനെയൊന്നുമില്ല. ഈ സിറ്റുവേഷനിലൊക്കെ പങ്ക്ച്വാലിറ്റി ഒക്കെ കാറ്റിപ്പുറത്തി കളയണം. ഞാൻ പിന്നെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ചേഞ്ച് ചെയ്തിട്ട് വന്നേനെ. ഒന്നും വേണ്ട. ഗ്രേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുതറിന്റെ മുൻപത്തെ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ആക്ച്വലി എൻ്റെ എക്സ് അബ്രോഡ് സെറ്റിൽഡ് ആണ്. അവിടെയാണ് ജോലിയൊക്കെ. ആൻഡ് തിങ്സ് ഞങ്ങൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളൊക്കെ പോണത്. സോ ഹാപ്പിലി ഞങ്ങൾ പിരിഞ്ഞു. ഓ, വിഷമം ഉണ്ടായിരുന്നോ? തുടക്കത്തിലൊക്കെ. ഇപ്പോൾ ഐ ക്യാൻ ഹാൻഡിൽ മൈസെൽഫ്. ഓക്കെ. തുഷാരൊക്കെ അബ്രോഡ് പോകാൻ പ്ലാൻസ് ഉണ്ടോ? ലൈക്ക് എനിക്ക് എല്ലാവരെ പോലെ ട്രാവൽ ചെയ്യാൻ പ്ലാൻസ് ഉണ്ട്, അല്ലാതെ സെറ്റിൽ ആവാനില്ല. ഓ ഗോഡ്. വാട്ട് അബൌട്ട് യു? എനിക്കും ട്രാവൽ ചെയ്യാൻ ലൈക്ക് എല്ലാവരും പോലെ ഇഷ്ടമാണ്. പക്ഷേ സെറ്റിൽ ആവാൻ ബിഗ് നോ. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ? ഇന്ന് പങ്ക്ച്വലാൻ കാണിച്ച എഫേർട്ട് ഉണ്ടല്ലോ, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. സാധാരണ എല്ലാ ബോയ്സിനെ പോലെ ഗേൾ ഫ്രണ്ട്സിനെ ബിച്ച് ചെയ്യാറില്ലല്ലോ. യു ആർ ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ്. ഐ റിയലി ലവ് ദാറ്റ്. ഞങ്ങളുടെ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന റിലേഷനായിരുന്നു. ബട്ട് ലോങ് ഡിസ്റ്റൻസ് എന്നൊരു ടാഗ് ഉണ്ടല്ലോ, അത് റിലേഷൻഷിപ്പിൽ വന്നപ്പോൾ ഉള്ളൊരു കുറച്ച് കുഴപ്പങ്ങളേ ഉള്ളൂ. ഞാൻ കുറേ നാളായിട്ട് സിംഗിളായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. സിംഗിളായി ഇരുന്നിരുന്ന് എനിക്ക് മടുത്തു. പിന്നെ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ അവരുടെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടാണെങ്കിലും മടുത്തുപോയി. ഞാൻ വളരെ ആർഭാടമില്ലാതൊരു കാര്യം പറയും. ഇപ്പോൾ ടൊവിനോ ഫിലിമിൽ പറയുന്ന പോലെ കുറച്ച് നാൾ കമ്പനി അടിച്ച് നടക്കാൻ താല്പര്യമുണ്ടോ? പ്രപ്പോസ് ചെയ്തതാണോ? എന്തുപറ്റി? ശ്രമിച്ചു വെക്കാം.